അപ്പൻ ഏത് കോപ്പിൽ അപ്പനാപ്പ? ഞങ്ങള് 3-4 മക്കൾ ഈ രാജ്യത്ത് ഇങ്ങനെ തേരാപ്പാര നടക്കുമ്പോ അപ്പനൊരു വാക്ക് ചോദിക്കാറുന്നില്ല അപ്പ. ഇതാണോ അപ്പൻ? എന്നാ അപ്പൻ? അമ്മച്ചി, ഇത് വേണ്ടായിരുന്നു. വേറെ ആരെയും കിട്ടിയില്ലേ? കിട്ടി. നിന്റെ കാര്യം പറഞ്ഞ് ഞാനും നിന്റെ അമ്മയും എന്നും വഴക്കായിരുന്നു. എനിക്ക് നല്ല സംശയമുണ്ട്, പ്രത്യേകിച്ച് നിന്റെ മുഖത്തുള്ള ആ പരട്ട മറുക്. എനിക്ക് ആളറിയാം. അപ്പനെ കൊണ്ട് അത് പറയിപ്പിക്കല്ലേ മോനെ. അപ്പൻ എന്നെ ഉറപ്പിച്ചോണ്ടാ കള്ളം പീലിയുടെ താവടിന്ന് പൊന്നു മേടിച്ചത്. അറുത്ത് നോക്കിയിട്ടാ മേടിച്ചത്. ഓ, തൊലിച്ചു നോക്കി. അപ്പാ, ഇപ്പൊ ബോംബെയിലൊക്കെ അറുത്താ പിടികിട്ടാത്ത മറിമായുണ്ട്. പ്യൂരിറ്റി ടെസ്റ്റ് നടത്തണം, പ്യൂരിറ്റി ടെസ്റ്റ്. തുമ്മിച്ചാൻ അറിഞ്ഞോ ഇവിടെ നടന്ന പുലി വല്ലതും? മോനെ തൊമ്മി, കരിസ്മാറ്റിക്കിന് ചേർന്ന് കുടി നിർത്തിന്ന് പറഞ്ഞിട്ട് ദുശീലങ്ങളെല്ലാം പൂർവ്വശക്തിയോടെ തിരിച്ചു വന്നല്ലോ മൂത്ത മോനെ. എന്താ തുപ്പി വൃത്തികെട്ടവൻ. കാഴ്ചക്ക് സ്വർണം തന്നെയാ. അതെ, എന്നാലും നീ പറഞ്ഞപ്പോ എനിക്കൊരു സംശയം തോന്നുന്നു. പ്യൂരിറ്റി ടെസ്റ്റ് നടത്തണോ? ഇനി നാളെ ആവട്ടെ. പ്യൂരിറ്റി ടെസ്റ്റ് നടത്തണമെങ്കിൽ സിറ്റിയിലേക്ക് പോകണ്ടേ? എനിക്ക് ഉറക്കം വരുന്നു. അവൻ സ്ഥലം വിട്ടാലോ? എന്ത് ഈ വെള്ളപ്പുറത്താ? സ്വയം ഉണ്ടാക്കി വെച്ച പുലിവാലല്ലേ, പരിഹരിക്ക്. അല്ല, ഇവൻ എന്നാ ഈ മുറുക്ക് തുടങ്ങിയ? ഇവൻ എന്താ പറ്റിയേ? എന്താപ്പാ തൊമ്മി, നീ എവിടുന്ന വരണേ? ഞാൻ ടൗണിന്ന്. അപ്പൊ എന്റെ പൊന്നു കൊണ്ടുപോയതാരാ? അപ്പന്റെ പൊന്നല്ലേ അപ്പ ഞാൻ. അയ്യോ, ആൾമാറാട്ടം, മുഖം മൂടിക്കള്ളൻ, എന്റെ പൊന്നു മുഴുവൻ പോയേ. എടാ ഓടിവായോ, എടാ പീറ്ററെ ഓടിവായോ. അപ്പ എന്താപ്പാ? അപ്പാ കാര്യങ്ങളൊക്കെ ഭംഗിയായി, സാധനം കംപ്ലീറ്റ് ഉണ്ട്. ആ കാലമാടൻ അതൊക്കെ ഒന്ന് അറത്തു. ഓ, അല്ലെങ്കിലും ഇത് ഒരുക്കാനുള്ളതല്ലേ. അപ്പൊ ബേബിച്ചായ ഞങ്ങൾ മടങ്ങുക. രാത്രി യാത്രയില്ല. ഞാൻ എങ്ങനെയാ നിന്നോട് നന്ദി പറയണ്ടേ? ബേബിച്ചായ സെന്റിമെന്റ്സ് പറഞ്ഞ് ഞങ്ങളെ വിഷമിപ്പിക്കല്ലേ. ഇനി എന്നാ അങ്ങോട്ട്? ഇനി ഏയ് വേണ്ട, നിങ്ങളെങ്കിലും സമാധാനമായി ജീവിക്കുക. ഒരിക്കലും മടങ്ങി വരരുത്. എന്താന്നറിയില്ല, ആകെ ഒരു തരിപ്പ്. മോനെ പീറ്ററെ, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഉടനെ ചെയ്യണം. എന്ത് ചെയ്യാൻ കഴിയും? തൊമ്മിച്ചാനും ജോണിയും കൂട്ടിപ്പോയി അവനോടൊന്ന് തല്ലി നോക്കാം. അതിനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെഴുന്നള്ളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോടാ പീറ്ററെ? തല്ലിയാലും നമ്മൾ ജയിക്കില്ല തൊമ്മിച്ച. ജയിച്ചാലും ജയം പിടിച്ചു തീർത്താൻ നമ്മൾ പ്രയാസപ്പെടും. അവന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, നമുക്കുണ്ട്. സോ കൗശലപൂർവ്വം കാത്തിരിക്കാം. പഴയതുപോലെ 6 നീന്തി രക്ഷപ്പെടാൻ അവൻ ആഗ്രഹിക്കുന്ന കാലം വരും. അതുവരെ എലി കിടന്ന് ചുമ്മാ കളിക്കട്ടപ്പാ, നമുക്കത് കണ്ടു രസിക്കാം. പൂച്ചയ്ക്കും വേണ്ട ഒരു അല്പസ്വല്പ എന്റർടൈൻമെന്റ്സ്. എന്റെ 3.5 കിലോ സ്വർണം വെച്ച എലി കളിക്കണേ, അത് ഓർമ്മ വേണം പൂച്ചയ്ക്ക്. ഈ ആൾമാറാട്ടം അറക്കളം പീലിയുടെ മാത്രം വകയൊന്നും അല്ലല്ലോ. വല്യപ്പച്ചായനും അറിഞ്ഞുകൂടായിരുന്നോ? കുറേശ്ശെ. എന്റെ അപ്പൻ ഇതിൽ എക്സ്പെർട്ട് ആയിരുന്നു. അപ്പൻ അറിയില്ല ഇതൊന്നും. പിന്നെ ഇപ്പൊ ടച്ച് വിട്ടുപോയി.
കൊച്ചു ബേബി, നീ പൊറുക്കണം. പൊറുക്കാൻ കഴിയാത്തതാ ഞാൻ ചെയ്തതൊക്കെ, നിന്നോടും അപ്പനോടും. മറക്കാനും പൊറുക്കാനും കഴിയുന്നല്ല ഒന്നും. എന്നാലും ജീവിതം ഒരിക്കലും ജീവിച്ചിട്ടില്ലാത്ത, എല്ലായിടത്തും തോറ്റു തളർന്നു പോയ ഒരു കിഴവന്റെ അത്യാഗ്രഹമാണ്. ചോദിച്ചോട്ടെ. ഇനിയുള്ള കാലം അവർക്ക് എൻ്റെ കൂടെ താമസിക്കണമെന്ന്, ഞാനൊരു പെണ്ണുമൊക്കെ കെട്ടി അപ്പൻ എൻ്റെ പിള്ളേരെ കളിപ്പിക്കണമെന്ന്. എന്റെ മീനുവേ, അത് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടപ്പോ എനിക്ക് അങ്ങ് അയ്യോ ഭാവം തോന്നിപ്പോയി. അതിയാനോ? തന്തയെ കയറി ഔസേപ്പേട്ടെന്ന് വിളിക്കുന്ന പരിപാടിയൊക്കെ അതങ്ങ് ബോംബെയില്, ഇത് മലബാറാ. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണ ചെറുക്കാ. ബഹുമാനത്തല്ലേ അത് ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് ദാറ്റ് മാൻ ഓ ആത്മീ. പാവം സാറാമ്മ, അവളെന്നാ പറഞ്ഞു? സാറാമ്മച്ചി എന്നതാണോ, എനിക്ക് അവരുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നില്ല. വിരോധമൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും അവരാണല്ലോ എല്ലാത്തിനും മൂല കാരണം. ഓ, മൂലവും കാരണവും. ചേടാ, വയസ്സുകാലത്ത് മാതാപിതാക്കന്മാരെ നോക്കുന്നതിനേക്കാൾ വലിയ പുണ്യമുണ്ടോ? അണ്ടർവേൾഡുകാർ ഇതൊന്നും നിനക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? പിന്നെ അണ്ടർവേൾഡ് എന്ന് പറഞ്ഞാൽ സദാചാരം പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റി അല്ലേ? ആ, അതൊക്കെ പോട്ടെ. എന്താ നിന്റെ അടുത്ത പരിപാടി? ഈ പന ഞാൻ എന്ത് ചെയ്യും? അതല്ലേ മീനാമച്ചി ചോദിക്കാൻ ഉദ്ദേശിച്ചത്. അതെ കുട്ടാ. ഒന്നും ചെയ്യില്ല, ലെറ്റ് ഹിം ലിവ്. ജീവിച്ചു പോട്ടെന്നേ. പക്ഷെ മുതല് പോയി ഇപ്പൻ വെറുതെ ഇരിക്കോ? അവന്റെ രണ്ടാമത്തെ മോനുണ്ടല്ലോ പീറ്റർ, ഭീകരനവൻ. ഒരുപാട് ഭീകരന്മാരെ കണ്ടും കൊണ്ടും പദം വന്നവനായി കൊച്ചു ബേബി. പ്രതികാരം രണ്ടു വിധം ചെയ്യാം. ഈപ്പനെയും മക്കളെയും കൊന്ന് ജയിലിൽ പോവാം, അതൊരു വഴി. രണ്ടാമത്തത് ഐ പ്രിഫർ ദാറ്റ്. എന്താ അത്? വല്യപ്പച്ചനും ഇടിപ്പാപ്പനും പണ്ട് ജയിലിൽ കിടന്നപ്പോ ഈപ്പൻ എന്തായിരുന്നു പണി? ഈയം പൂശാനുണ്ടോ? കിണ്ടി വിളക്കാനുണ്ടോ? പൂശാനുണ്ടോ? അതെ, കിണ്ടിയുടെയും മുന്തയുടെയും ഓട്ടയടിച്ച് ഈയം പൂശിയും നടന്നവന് ചെറുതാണെങ്കിൽ ഒരു സ്വർണ്ണക്കട നടത്താൻ കാശ് കൊടുത്തത് വല്യപ്പച്ചനാ. ഈപ്പനവന്റെ തലവഴി കാണിച്ചു, കൊടുത്ത കൈക്ക് തന്നെ കൊത്തി. ഇനി അതേ ഈപ്പൻ ഈയം പൂശാനുണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്നത് എനിക്കൊന്ന് നേരിട്ട് കാണാം. നീ തന്തയ്ക്ക് പിറന്നവനല്ല മോനെ, തന്തേര തന്തയ്ക്ക് പിറന്നവനാ. ഈപ്പൻ തെണ്ടണം, എനിക്കും അതൊന്ന് കാണണം. തെണ്ടിച്ചു തരാം മീനു. അതിന് പക്ഷെ തായ്വേര് ഇറക്കണം. തായ്തടി അറിയാതെ തായ്വേര് ഇറക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അതെന്ത്? അതൊക്കെ പറയാം. തൽക്കാലം ഞാൻ ആ തിയേറ്റർ എടുത്ത് നടത്താൻ പോവാ. മേരി മാതാ ടാക്കീസ്. ഹലോ, രാവിലെ തന്നെ ബാലഗോപാലിനെ എണ്ണ ഏൽപ്പിക്കുകയാണോ? എന്നാലും എന്റെ രാഘവമാഷേ, വിളക്കും കത്തിച്ചു വെച്ചുള്ള ഈ കൃഷിപ്പണി കുറച്ച് കടോരമാണേ. പെൺകുട്ടികൾ 3 ബേബിച്ച. ബേബിച്ചായോ? എന്നതാ? തിയേറ്റർ അടിപൊളി. ബേബിച്ചായം വന്നേ പിന്നെ ഞങ്ങള് പെണ്ണുങ്ങൾക്ക് തിയേറ്ററിൽ പോയി ധൈര്യമായിട്ട് പടം കാണാം. അത് പിന്നെ ഞാൻ എന്നാ സ്ട്രിക്റ്റ് ആന്നാ വിചാരം. കൊച്ചിന്റെ പേരെന്നാ? സേതുലക്ഷ്മി. സേതുലക്ഷ്മിക്ക് ആരെ പടവാ കൂടുതൽ ഇഷ്ടം? കുഞ്ചാക്കോ ബോബന്റെ പടവാ ഇഷ്ടം. കുഞ്ചാക്കോ ബോബന്റെ ആണോ? എന്നാ ഇനി കുഞ്ചാക്കോ ബോബന്റെ പടത്തിന്റെ അയ്യര് കളിയായിരിക്കും. പക്ഷേ ഞാൻ പോട്ടെ, പടം കാണാൻ വരണേ. വരാന്ന് പറഞ്ഞിട്ട് വരാതിരിക്കരുത് കേട്ടോ. എന്തോന്നാണ് ഇളക്കം? അറക്കളം ബീലിയുടെ കൊച്ചുമോനാ സാധനം. വലിയ ബലം കൊടുക്കണ്ട. ഇങ്ങോട്ട് പാടി. എന്നതാ? എളിയേ, ഇവൻ അവിടെ സർക്കസിലെങ്ങാണ്ടായിരുന്നു പണി കേട്ടോ. നിങ്ങൾ ഇങ്ങ് വന്നേ മനുഷ്യ, വാ ഇങ്ങോട്ട്. അതെ, കൊച്ചു ബേബിക്ക് കെട്ടുപ്രായം കഴിഞ്ഞു, ഇനി വൈകിക്കരുത്. പിന്നെ അൺമാരുടെ ബോയ്സ് രാത്രിയിൽ ഇതൊക്കെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൈ ഹൈ, ദേ, നമ്മുടെ കടമ മറക്കരുത്. ഉടനെ ഒരു ആലോചന തുടങ്ങി വെക്കണം. ബാ.
ആര് മീനു? കാലത്തെ എന്താ ഈ വഴിക്ക്? ഇത്തിരി സംസാരിക്കാനുണ്ട്. കാലത്തെനിക്ക് സമയമില്ല, വൈകിട്ടാട്ടെ. ഓ, വൈകിട്ടും പറ്റുമെന്ന് തോന്നുന്നില്ല. അവര് വിടുകയല്ല, വൈകും. ആര് വിടുകയല്ലെന്ന്? ഫിലിം ചേംബറുകാര്. ഫിലിം ചേംബറോ? നിനക്ക് എന്നാ ഫിലിം ചേംബറിൽ കാര്യം? ഞാനല്ലയോ മേരിമാതായുടെ ഓണർ. നീ പോടാ ചെറുക്ക. ആ, എന്നാ പറയാനുണ്ടെന്ന് പറഞ്ഞേ? ആ, അതൊക്കെ പിന്നെ പറയാം. നീ ചേംബറിൽ പോയിട്ട് വാ. ചുമ്മാ സസ്പെൻസ് ഇടല്ലേ മീനുക്കുട്ടി. ഞാൻ ഇന്നലെ ഒരു ജോത്സ്യരെ കണ്ടു. പേര് നാളും പറഞ്ഞ് നിന്റെ പേരിൽ ഒരു രാശി വെപ്പിച്ച് നോക്കി. ആ, എങ്കി വണ്ടി വിട് മീനുക്കുട്ടി. എനിക്ക് ഈ ജ്യോതിഷത്തിലൊന്നും പണ്ടേ വിശ്വാസമില്ല, വെറും ഗുണ്ട്. സത്യം. അയാള് പറഞ്ഞത് കേട്ടപ്പോ എനിക്കും ജ്യോതിഷത്തിലുണ്ടായിട്ട് വിശ്വാസം അങ്ങ് പോയി. അയാൾ എന്താ പറഞ്ഞത്? നിന്റെ കല്യാണം ഉടനെ നടക്കുമെന്ന്. പുളു. അതേനെ, കയ്യിലുണ്ടായിരുന്ന കാശ് പോയത് മിച്ചം. അയാൾ ഒരു കാര്യം കൂടി പറഞ്ഞു. അത് ഇതിനേക്കാൾ വലിയ പുളു, പുപ്പുളു. അതെന്താ? പെണ്ണ് അതിസുന്ദരിയായിരിക്കും. മേലിപ്രിങ്ങാതി തേച്ച് തുളസിക്കതിൽ ചൂടിയ ഗ്രാമീണ സുന്ദരിയല്ല, യമണ്ടൻ ചരക്ക്, ഉരുപ്പടി, പീസ്. തങ്കം പോലെ ഒരു പെണ്ണ് വന്ന് കേറും. അത് നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ച് ചെല്ലണ്ട. ഓ, അങ്ങോട്ടെന്റെ പട്ടി പോകും. പട്ടി ചെല്ലും. കാരണം പട്ടിക്ക് നിന്നേക്കാൾ വിവരമുണ്ട്. അത്താഴം കഴിഞ്ഞ അവന് കസർത്തെടുക്കാം, മസില് പെരിപ്പിക്കാൻ. വേസ്റ്റ് ജന്മം. നീ ഇങ്ങനെ ഇരുന്ന് പോളോടാ മോനെ. തങ്കം പോലെ ഒരു പെണ്ണ് വന്ന് കേറും. ഈ പോക്കത്ര ശരിയല്ലല്ല. അത് നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ച് ചെല്ലണ്ട. അയ്യോ എന്റെ അമ്മച്ചിയെ, ഓടിവായേ, ഓടിവായേ. അയ്യോ എന്റെ അമ്മച്ചിയോ. എന്നതാണോ എന്റെ അമ്മച്ചിയോ. എടോ, താൻ എന്തിനോടെ കിടന്ന് കാർന്നത്? അലച്ചു തല്ലി വീണത് ഞാൻ. മാനത്ത് നോക്കി മേക്കാന്ന് വണ്ടി ഓടിച്ചിട്ട് അയാള് കിടന്ന് കാർന്നു. അയ്യോ, എനിക്ക് വയ്യായേ. എന്റെ പൊന്നു മീനാമച്ചി, ഇത് അത് തന്നെ. നമ്മൾ അങ്ങോട്ട് അന്വേഷിക്കുന്നില്ല, ഇങ്ങോട്ട് വന്ന് കേറുമെന്ന് പറഞ്ഞില്ലേ? കേറി. അയ്യോ, ഇത് എവിടെ നിന്ന് വന്ന് കേറിയടി വെച്ചേ നീ? നല്ല തങ്കം പോലൊരു പെണ്ണ്. നീ ആ കൈയൊന്നും ഇങ്ങോട്ട് കിട്ടിക്കേ. നിന്റെ സ്റ്റാൻഡിങ് പോസ് ആണെന്ന് കണ്ട. കൈ കൊടുക്കാറില്ലേ? നമുക്ക് ആ ചർലി കിടന്ന് ഉരുളാം. ദങ്ങനെ ദങ്ങനെ ദങ്ങനെ. 1 2 3. വട്ടത്തിലും നീളത്തിലും എതിലേ കൂടെ നോക്കിയാലും ഇവളെ മണ്ടൻ. ഇത് കവിതൈ. നിന്റെ പേരെന്നാടി കൊച്ചേ? തങ്കമണി. 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 തങ്കം പോലെ ഒരു പെണ്ണ് വന്ന് കേറും. ഇനി ഒന്നും നോക്കാനില്ല, ഇത് അത് തന്നെ. വാ പോ. എങ്ങോട്ട്? രജിസ്റ്റർ ഓഫീസിലേക്ക്. എന്തിന്? കല്യാണം കഴിക്കാൻ. നേരം പോണു പെണ്ണേ. എനിക്കൊന്നാമത് കെട്ടുപ്രായം കഴിഞ്ഞു. നീയും അത്ര ഇള്ളാ കുഞ്ഞൊന്നും അല്ലല്ലോ. ഇവളെന്താ ഇങ്ങനെ കെട്ടാമങ്കയായിട്ട് നിന്നുപോയി? എടി ആമ്പറന്നോടൊക്കെ ഇടാപടമെന്ന് വിളിക്കുന്നു നിന്നെ. എന്നാലും നിന്നെ ഞാനൊന്നും ചെയ്യല. ബിക്കോസ് എനിക്ക് നിന്നെ കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു മിനിറ്റ്, ഒന്ന് ഫോൺ ചെയ്തോട്ടെ. തിരക്കില്ലല്ലോ? ഹലോ മീനു, ഇത് ഞാനാ, കൊച്ചു ബേബി. നമ്മൾ രാവിലെ പറഞ്ഞില്ലേ ആ ഉരുപ്പടി? അതിനെ കണ്ടു കേട്ടോ. തങ്കമണി. കിടില. ചേട്ടാ ഒന്ന് വന്നേ. എന്തേ? പക്ഷെ ആളൊരു ഇച്ചേരെ മുറ്റ. അതൊക്കെ വളച്ചെടുത്തോ. പിന്നെ കാശ് കൊടുക്കടോ. ഏത് കാശ്? 2000 മുട്ടയുടെ കാശ് കൊടുക്കാൻ. 2000 മുട്ടയുടെ കാശോ? അത് ഏറിപ്പോയാൽ 150 മുട്ട കാണും. ബാക്കി മുട്ട നിങ്ങൾ രണ്ടുപേരും കൂടി ഇട്ടോ. മോളെ തങ്കമണി, മോള് ചോദിച്ചാ ബേബിച്ചാൻ എന്തും തരും. പക്ഷേ ആളെ കൂട്ടിക്കൊണ്ടൊന്ന് ആക്കരുത്. ഞാൻ ചോദിച്ചാ ബേബിച്ചാൻ എന്തും തരുമോ? ഞാൻ അല്പം ചീപ്പാകാൻ തന്നെ തീരുമാനിച്ചു. ചോദിച്ചോ. ശരി, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ തീർന്നു. ഇനി നിങ്ങൾ പോയിക്കോ. പോടെ വന്നി. ഓ, എണ്ണൊന്നും വേണ്ട ബേബിച്ചായ, അതിന് തന്നെ. താങ്ക്സ്. നിന്നെ നല്ല അടക്കോ ഒതുക്കമുള്ള പെണ്ണ്.